ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ കൂട്ടാൻ ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചക്കായ വെച്ചിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ചെറുപയർ പരിപ്പ് കയ്യിലില്ല എന്നാണെങ്കിൽ ചെറുപയർ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ചെറുപയർ പരിപ്പ് ഉണ്ടായതുകൊണ്ട് ഞാനതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് കളറ് മാറിയിട്ട് ഒരു മൂത്ത മണം വരുന്നത് പോലെ ഒന്ന് വറുത്തെടുക്കണം. ചെറുപയറാണെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അത് തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത പഴമില്ലാതെ ഇളം പഴം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള പഴം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചെറുപയർ പരിപ്പും കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കായൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വേവിച്ചാൽ മതി. ആ സമയം കൊണ്ട് തന്നെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 2 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തതായിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് മൂടി തുറന്നപ്പോൾ പഴവും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കറി നന്നായിട്ട് ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയല്ല, നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടും തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് നിറയെ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമുക്ക് ചതച്ചെടുക്കൊന്നും വേണ്ട, ഇതുപോലെ നേരിട്ട് ചേർത്താൽ മതി. തേങ്ങ ചേർത്തിട്ട് കറി വീണ്ടും നന്നായിട്ടും തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ നേരിട്ടിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. പിന്നെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് കഞ്ഞിയുടെ കൂടെയും വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.